അപ്പൊ കേക്കണ്ടേ? അതാണ് പറഞ്ഞതേ. മിക്കവാറും പേർക്ക് അറിയില്ല, ഞാൻ ഒട്ടും നിന്ദിക്കല്ല, അതുകൊണ്ട് പറയാണ്. വിദർഭ എന്നൊരു രാജ്യം, ആ രാജ്യത്ത് 5 ആൺകുട്ടികൾ, രുക്മി, രുക്മകേശൻ, രുക്മബാഹു എന്നൊക്കെ പറഞ്ഞ 5 പേര് സഹോദരന്മാർ. ഈ 5 പേർക്കും ആകെപ്പാടെ ആലോചിക്കാൻ ഒരേ ഒരു പെൺകുട്ടി, ഒരേ ഒരു സഹോദരി, പേര് രുക്മിണി. രുക്മിണി നല്ല വാക്ക്, രുക്മിണി നല്ല കരം. രുക്മിണി ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ ഓരോ ഘട്ടത്തിലും നിരന്തരമായിട്ട് കൃഷ്ണനെ കുറിച്ച് കേട്ട് 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 രുക്മിണി വിചാരിക്കുന്നു, കല്യാണം ഉണ്ടെങ്കിൽ ആരെ കഴിക്കുള്ളൂ? കൃഷ്ണനെ കഴിക്കുള്ളൂ എന്ന് ഉറച്ച തീരുമാനം. എങ്ങനെയാ കേൾക്കുന്നത്? ബ്രാഹ്മണരിങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്ന ബ്രാഹ്മണരുടെ അഭിപ്രായത്തിൽ ബ്രാഹ്മണരിങ്ങനെ പറയും, കൃഷ്ണൻ കൊള്ളാവുന്ന ആളാണ്, രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട്, ശക്തനാണ്, കേവനാണ്, യോഗ്യനാണ്. ഇങ്ങനെ പറഞ്ഞിട്ടേ രുക്മിണി വിചാരിക്കുകയാണ്, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആര് മതി? കൃഷ്ണൻ തന്നെ മതി എന്ന് ഉറപ്പിച്ചു. ഈ ബ്രാഹ്മണർ പിന്നീട് ദ്വാരകയിലേക്ക് ചെല്ലും. അവിടെ ദ്വാരകയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് അതിസുന്ദരമായിട്ട് ഭഗവാനോട് രുക്മിണിയെ കുറിച്ച് ഇങ്ങനെ പറയും. രുക്മിണി എന്നൊരു പെൺകുട്ടിയുണ്ട്, സുശീലയാണ്, സുന്ദരിയാണ്, സംസ്കാരമുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ്. ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ തീരുമാനിക്കുന്നു, കല്യാണം ഉണ്ടെങ്കിൽ ആര് മതി? ആദ്യത്തെ കല്യാണം രുക്മിണി ആവട്ടെ എന്ന് ഭഗവാൻ തീരുമാനിക്കും. കാരണം കല്യാണം ഒന്നുകൊണ്ട് ഭഗവാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ കല്യാണം ഭഗവാൻ തീരുമാനിക്കുന്നത് രുക്മിണി ആവട്ടെ. ഇത് അന്ന് പറയാൻ ഒരു സൗകര്യമില്ല. ഇന്നാണെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് അല്ലേ? എത്ര ആപ്ലിക്കേഷൻ ഉണ്ട്, എത്ര പരിപാടി, എന്തൊക്കെ സംവിധാനങ്ങൾ ഇന്ന്. അന്നിത് പറയാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് 2 പേരും അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകും. കാലം കഴിഞ്ഞു. ഈ രുക്മിണിയുടെ ഏറ്റവും മൂത്ത സഹോദരനാണ് രുക്മി എന്ന് പറയുന്നത്. ഈ രുക്മി എന്ന ഏട്ടൻ മൂത്ത സഹോദരന് കൃഷ്ണനോട് വെറുതെ ഒരു ദേഷ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവുമില്ല. ആ സമയത്ത് കല്യാണത്തിന് ശേഷം കൃഷ്ണനും രുക്മിയും തമ്മിൽ വലിയ ശത്രുക്കളാണ്. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരു ശത്രുതയില്ല, വെറുതെ ശത്രു ഉദ്ദേശിക്കുന്നില്ല. കാരണം സമൂഹത്തിൽ ഉയർന്നു വരുന്നവരെ കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു തരം ക്രൂരമായ ചിന്ത. ഷേക്സ്പിയറിന്റെ ഇയാഗോ എന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്, എനിക്കെതിരെ അയാൾ ഒരു ദോഷവും ചെയ്തില്ല, പക്ഷെ അയാളുടെ ആ ഉയർച്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനാണ് പച്ച മലയാളത്തിലെ അസൂയ എന്ന് പറയാം. ഈ അസൂയായിരുന്നു രുക്മിണിയുടെ വിഷയം. അതുകൊണ്ട് രുക്മി തീരുമാനിക്കുന്നു, ആർക്ക് കൊടുത്താലും എൻ്റെ സഹോദരി രുക്മിണിയെ കൃഷ്ണന് കൊടുക്കില്ല, ഉറപ്പിച്ച് തീരുമാനിക്കും. അതിന് പകരം ആർക്ക് കൊടുക്കും? ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ ഭാവം. അതുകൊണ്ട് കൃഷ്ണന്റെ ശത്രുവായ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന തീരുമാനിച്ചു. തീരുമാനത്തിന് പണ്ട് അങ്ങനെ പെൺകുട്ടികൾക്ക് ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛൻ പോലും രുക്മിണിയുടെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് രുക്മിണി പറഞ്ഞ കാര്യം തീരുമാനിക്കപ്പെട്ടു. രുക്മിണിയുടെ കല്യാണം നിശ്ചയിച്ചു ശിശുപാലനുമായി. അപ്പൊ രുക്മിണിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവേ. ആരോട് പറയും? എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കാൻ വല്ലാണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുന്ദര ബ്രാഹ്മണൻ. സുന്ദര ബ്രാഹ്മണൻ എന്നൊരു പേര്. ഈ സുന്ദര ബ്രാഹ്മണൻ എന്ന പേര് വരാൻ കാര്യം സുന്ദരൻ എന്നുള്ള വാക്കിന് ദൂതൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് രാമായണത്തില് ഹനുമാൻ ഇവിടുന്ന് ചാടി ഇപ്പുറത്തേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള കാലഘട്ടം രാമായണത്തിൽ വർണ്ണിക്കുന്നത് സുന്ദര കണ്ഡത്തിലാണ്. എന്തുകൊണ്ടാ പേര് വരുന്നത് ചോദിച്ചാൽ സുന്ദരന്റെ കണ്ഡമാണ്, ദൂതന്റെ കണ്ഡമാണ്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. അപ്പൊ സുന്ദര ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ദൂതനായി പോകുന്ന ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം. ശരി, വേറെ രസകരമായ കാര്യം പറയട്ടെ. സുന്ദരൻ എന്നുള്ള വാക്കിന് നമ്മൾ ആരും വിചാരിക്കാത്തൊരു അർത്ഥം. സുന്ദരൻ എന്നുള്ള വാക്കിന് കുരങ്ങ് അർത്ഥം. ഇതാരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ ഒരു അർത്ഥം. സുന്ദരൻ എന്നുള്ള വാക്കിന് കുരങ്ങ് അർത്ഥം. അതുകൊണ്ട് കുരങ്ങന്റെ കണ്ടം സുന്ദരൻ കണ്ടം. അതെ, ഒരു രക്ഷയില്ല, അങ്ങനെ ഒരു അർത്ഥം. ശരി, ഏതായാലും ആ സുന്ദര ബ്രാഹ്മണൻ രുക്മിണിയോട് ചോദിക്കുകയാണ്, രുക്മിണി എന്താ കരയുന്നത്? കല്യാണം നിശ്ചയിച്ചാൽ പെൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ചിരിച്ചോണ്ട് ഉല്ലസിച്ച് നടക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? എന്താ കാര്യം ചോദിച്ചപ്പോൾ രുക്മിണി ആദ്യമായിട്ട് തന്റെ മനസ്സ് ഒരാളുടെ മുമ്പിൽ തുറക്കാൻ. രുക്മിണി പറഞ്ഞു, എനിക്ക്